ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ സരയു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സരയുവിനെ പെട്ടെന്ന് ഒന്നും ഓർമ്മ വരാത്തത് കൊണ്ട് തന്നെ കുറച്ച് പ്രയാസമായിട്ട് സരയുവിനെ തോന്നുക കേട്ടോ. അത് കണ്ടതുകൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സരയു, പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലേ? നിനക്ക് എല്ലാം മറന്നു പോകുന്നുണ്ടല്ലേ? അതെ, പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല കിരൺ, എല്ലാം മറന്നുപോയി എന്ന് പറയാണ്. സാരില്ല, നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയറിലെ ഏറ്റവും സിംഹ ആരാന്നറിയാവോ? നമ്മുടെ ഹരിയേട്ടൻ. അറിയാലോ, ആൾക്ക് പണ്ട് പഠിച്ചത് വരെ ഇപ്പൊ നല്ല ഓർമ്മയാണ്. അത് മാത്രല്ല, ഇപ്പത്തെ മോഡേൺ രീതിയിലുള്ള സംഭവങ്ങൾ വരെ പുള്ളിക്കറിയാം. പുള്ളി നിന്നെ 1 മാസം ട്രെയിൻ ചെയ്യിപ്പിച്ചോളും. അതിനുള്ളിൽ നീ പഠിക്കേണ്ടതൊക്കെ പഠിച്ചെടുക്കണം. പിന്നെ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയും വേണം. ശരി കിരണേ എന്ന് പറയാണ്. അവിടേക്ക് ഹരിയേട്ടൻ വരുന്നുണ്ട്. ആ ഹരിയേട്ട, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഹരിയേട്ടന്റെ ട്രെയിനിങ് വേണം ഇനി സരയു നന്നാവാനായിട്ട്. സരയു ഇപ്പൊ തന്നെ നന്നായി സ്ഥിതിക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തോളാം എന്ന് പറയാണ്. കേട്ടോ സരയു, ഈ ഹരിയേട്ടനെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഈ സ്ഥാപനം തുടങ്ങിയ സമയം തൊട്ടേ ഇവിടെയുണ്ട് എന്ന് പറയാണ്. ഹരിയേട്ടൻ പറയണ്ട്, അതെ അത് ശരിയാട്ടോ. ഈ സ്ഥാപനത്തിലേക്ക് ഒരാൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോകില്ല. അത്രയ്ക്ക് നല്ല സ്ഥാപനമാണോ? ലാഭത്തിന്റെ ഒരു വിഹിതം ഇതുപോലെ തരുന്ന വേറെ ഏത് സ്ഥാപനമുണ്ട്? അത് മാത്രമേ നമുക്ക് ലീവും നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാനും സാധിക്കും. അതുകൊണ്ട് സരി ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. 1 മാസം ഒന്നും വേണ്ടി വരില്ല, അതിനുള്ളിൽ തന്നെ സരിക്കും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറയാണ്. അപ്പോൾ ശരി, നിങ്ങളുടെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. കിരൺ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ഹരിയേട്ടൻ ഓരോരോ കാര്യങ്ങൾ സരിയുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്. സരിയു എല്ലാം തല കുനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം കിരൺ നേരെ പോകുന്നത് കല്യാണിന്റെ അടുത്തേക്കാണ്. കല്യാണി അടുത്ത് പറയുന്നുണ്ട്, അതെ സരിയുവിന് കാര്യങ്ങളൊക്കെ ഹരിയേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവള് മുമ്പ് കുറച്ച് മടിച്ചായിരുന്നു, പഠിക്കേണ്ട സമയത്തൊന്നും പഠിക്കില്ലായിരുന്നു, എങ്ങനെയൊക്കെ എക്സാം ഒക്കെ ജയിച്ചു പോയതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത്, ഇവിടെ മുമ്പ് ജോലിക്ക് വരുന്ന സമയത്താണെങ്കിലും അവൾ വലിയ MD ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിച്ചെടുക്കില്ലായിരുന്നു. അതുകൊണ്ട് അവള് സിവിൽ എഞ്ചിനീയറിന്റെ കസേരയിൽ കയറിയിരിക്കില്ലായിരുന്നു. ഒരു കണക്കിന് അത് നമ്മൾക്ക് സഹായിച്ചു. അവളെങ്ങാനും MD കസേരയിൽ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിന്നെ അവള് മുമ്പേ ശ്രദ്ധിക്കുമായിരുന്നു. ഞാനും നീയും അടുക്കാനുള്ള ഒരു കാര്യവും അവള് ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ തമ്മിൽ അടുക്കത്തുമില്ലായിരുന്നു. അവളുടെ സ്വഭാവം അറിയാലോ, ഞാനായിട്ട് ആരെങ്കിലും അടുക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പൊസീവ്നെസ് കയറി അവരെ പറഞ്ഞയക്കും. ഇതിപ്പോ ഞാൻ സിവിൽ എഞ്ചിനീയറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടിട്ട് അവളൊന്ന് സൈറ്റിലൊന്നും വരാത്തോണ്ടാ ഞാൻ നിന്നെ പരിചയപ്പെട്ടതും നിന്നെ ഇഷ്ടപ്പെട്ടതും. നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണല്ലോ അവള് നിന്നെ കണ്ടത്. അതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷെ ഇപ്പൊ അവൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാം ഹരിയേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോ പറയാൻ വന്നതേ അതൊന്നും അല്ല കല്യാണി. എന്തൊക്കെയാണ് ഏട്ടാ? അതെ, നമ്മുടെ ആദർശിന്റെ പരിചയത്തിൽ ഒരു പയ്യനുണ്ട്. അവന്റെ ഏതോ ബ്രാഞ്ചിലെ മാനേജറാണ്. നല്ല പയ്യനാണ്, സ്വഭാവമൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. കാർത്തിക ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ? അതെ, കാർത്തിക ചേച്ചിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. ആ ഗംഗപ്രസാദ് എപ്പോ വേണമെങ്കിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അതിനു മുമ്പ് വിവാഹം നമ്മൾ നടത്തിയിരിക്കണം. ആദർശേട്ടൻ പറഞ്ഞ ആലോചനയാണെങ്കിൽ നല്ലതായിരിക്കും കിരണേട്ട എന്ന് കല്യാണി പറയാണ്. അതെ, അവളുടെ മാനേജറാണെന്നാ പറഞ്ഞത്. പിന്നെ ആൾക്ക് സിവിൽ എഞ്ചിനീയർ പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനി നിർത്തുകയും ചെയ്യാലോ. അതൊക്കെ അവരുടെ താല്പര്യം പോലെ എന്താ ചെയ്യട്ടെ. എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് പെണ്ണ് കാണാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട്, ആ പയ്യനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കാർത്തികയുടെ വീട്ടിലേക്ക് വിടാനായിട്ട്. അത് നന്നായിരിക്കണം കേട്ടാ. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണ്. അതെ, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. ആ ഗംഗപ്രസാദ് അറിയുന്നതിന് മുമ്പ് തന്നെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് കിരണും പറയാട്ടോ. പിന്നീട് കാണിക്കണ ഗംഗപ്രസാദിനെയും വിക്രത്തിനെയാണ്. അവർ രണ്ടുപേരും ജയിലിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ. ഗംഗപ്രസാദ് ഇങ്ങനെ കമ്പി ഇങ്ങനെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, ഗംഗേട്ട, ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാനും വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിറങ്ങാം. എടാ, മണ്ടത്തരം കാണിക്കല്ലേ, ഞാൻ തന്നെ കഷ്ടപ്പെട്ട ഇവിടുന്ന് ഇറങ്ങണത്. ഞാൻ ഇറങ്ങണതിന് മുമ്പ് നീ ഇറങ്ങാൻ നോക്കല്ലേടാ. അതുപോലെ തന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം മാത്രമേ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പാടുള്ളൂ. എന്റെ കൂടെ ഒന്ന് ഇറങ്ങല്ലേ, കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. ഇല്ല ഏട്ടാ, ഏട്ടൻ ഇറങ്ങിക്കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയാണ്. എന്തായാലും കമ്പിയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി എന്തായാലും പുറത്തു കിടക്കണം എന്നൊക്കെ ഗംഗപ്രസാദ് ഇങ്ങനെ പറയുന്നുണ്ട് വിക്രത്തിനടുത്ത്. അതേസമയം ചന്ദ്രസേന നമ്മുടെ സൂപ്രണ്ടിനെ വിളിക്കുകയാണ്, ജയിൽ സൂപ്രണ്ടിനെ വിളിക്കുകയാണ്. ഹലോ, എന്താ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് സൂപ്രണ്ട് ചോദിക്കുമ്പോ, കുഴപ്പമൊന്നുമില്ലടോ, ഞാൻ തന്നെ വിളിച്ചത് ഒരു കാര്യം പറയാനാ. ആ ഗംഗപ്രസാദ് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാറേ, എന്തു പറ്റി? അല്ല, അവന്റെ മേളിൽ ഒരു പ്രത്യേക കണ്ണ് വേണം. അവനെ അവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. അറിയാലോ, തമിഴ്നാട്ടിൽ ഒരുപാട് ജയിൽ കടന്നവൻ അവൻ. സാറ് പറഞ്ഞു നന്നായി. ഞാൻ അവന്റെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ വാർഡനോട് പറയാം. അവനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല, ഞാൻ കുറച്ചു ദിവസം പുറത്തായിരുന്നല്ലോ. ഞാൻ ഇന്നാ വന്നത്. ഞാൻ ശ്രദ്ധിക്കാം സാറേ, എല്ലാം ശ്രദ്ധിച്ചോളാം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് സൂപ്രണ്ട് ഫോം വെക്കാണ്. ശേഷം വാർഡനെ വിളിക്കുന്നുണ്ട്. എടോ, താൻ ആ ഗംഗപ്രസാദൻ നോക്കാറുണ്ടോ? നോക്കാറുണ്ട് സാറേ. എന്നിട്ട് ക്യാമറ നോക്കുമ്പോ അവൻ ഏതു നേരം ഉറക്കവും സെല്ലില് വെറുതെ ഇരിക്കുവാണല്ലോടോ. എന്താടോ, തനിക്ക് അവനെ പേടിയാണോ?
സാറേ അവന്റെ ചരിത്രമൊക്കെ സാറിന് അറിയാവുന്നല്ലേ, ചെറിയൊരു പേടിയുണ്ട്, എന്നാലേ എനിക്കൊരു പേടിയില്ല. താനെ അവള് റൂമൊക്കെ ശരിക്കൊന്ന് പരിശോധിക്കേ, മതിലൊക്കെ നന്നായിട്ടൊന്ന് കൊട്ടി നോക്കി, ചിലപ്പോ ഇളക്കി മറിച്ചിട്ടുണ്ടാവും. പിന്നെ കമ്പി, അതുപോലെ മേൽ സ്ഥലം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. തന്നു പോയി നോക്കെന്ന് പറയാണ്. അങ്ങനെ വാർഡനാണെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദിന്റെ റൂമിലേക്ക് പോകുമ്പോൾ ഗംഗപ്രസാദ് അവിടെ ഇരിക്കായിരിക്കും കേട്ടോ. എന്താടാ ഇവിടെ പതുങ്ങിയിരിക്കുന്നത്, എന്ത് ചെയ്തതാണ് നീ ഇവിടെ? അയ്യോ ഒന്നും ചെയ്യല്ലേ സാറേ, ഭയങ്കര ക്ഷീണിക്കാൻ മാത്രം. നീ എന്ത് പണിയാടാ ചെയ്യണത്? അയ്യോ സാറേ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു ഓരോന്നൊക്കെ ആലോചിച്ചിട്ട്. അതെ നിന്നോട് പറഞ്ഞിട്ടില്ലട ഗംഗെ അവരുടെ കൂടെ പോയി പണിയെടുക്കാനായിട്ട്, നിന്നെ പേടിയുള്ളോണ്ടാ പണിയെടുക്കാൻ ഞങ്ങൾ പറയാത്തത്. പക്ഷെ ഇവിടുത്തെ ക്യാമറ നോക്കി സൂപ്രണ്ട് എല്ലാം മനസ്സിലാക്കി, നീ ഏത് നേരം റെസ്റ്റ് എടുക്കാന്നാ സൂപ്രണ്ട് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് റൂമൊക്കെ പരിശോധിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ സാറേ ഈ റൂമിൽ ഒന്നുമില്ല, സാർ പരിശോധിക്കുന്നു വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, സൂപ്രണ്ട് എന്നെ പറഞ്ഞ ഏൽപ്പിച്ച കാര്യമല്ലേ. നീ മാറി നിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാർഡൻ ജയിലിന്റെ ആ ഒരു സെല്ല് ഇങ്ങനെ തുറക്കാട്ടോ. പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കുവാണ്. സെല്ലിലേക്ക് കാല് വെച്ച് അടിച്ചു നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് അതിലൊരു കമ്പി വളഞ്ഞു ഒടിഞ്ഞു വീഴാട്ടോ. ആഹാ കൊള്ളാലോടെ ഗംഗെ, നീ അപ്പോ പുറത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നില്ലേ? വാടാ. അയ്യോ സാറ് ചതിക്കല്ലേ, നോക്ക് എന്നെ കൊട്ടി കൊടുക്കല്ലേ സാറേ. എടാ ഇവിടുത്തെ ക്യാമറയിലൂടെ സൂപ്രണ്ട് എല്ലാം കാണുന്നുണ്ട്, നീ വരാൻ നോക്കിക്കേ, എന്റെ ജോലി കൂടി കളയലേടാ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദിനെ കൂട്ടിക്കൊണ്ട് വാർഡൻ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ്. സാറേ ഇവരെ പണി പറ്റിക്കായിരുന്നു, ഞാൻ പോയപ്പോഴേ ഒരു കമ്പി അടർന്നു വീണു. ഞാൻ പറഞ്ഞതല്ലോട് തന്നോട്. എടാ നീ എന്താടാ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് ഗംഗപ്രസാദിന്റെ മുഖത്തേക്ക്. അപ്പൊ ഗംഗപ്രസാദ് സൂക്ഷിച്ചു നോക്കാണ്. നീ എന്താ എന്നെ ദഹിപ്പിക്കുന്ന തരത്തിൽ നോക്കണത്? അതെ നിന്റെ കളിയൊക്കെ അങ്ങോട്ട് തമിഴ്നാട്ടിൽ വെച്ചാൽ മതി, ഇതേ ഇവിടെ കളി നടക്കില്ല. നീ എന്നെ ദഹിപ്പിക്കുവാണോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ സാറേ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ സാറും സൂക്ഷിക്കണം. ആഹാ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? കൊടുത്തു രണ്ടെണ്ണം വീണ്ടും. അതിനുശേഷം വാർഡനോട് പറഞ്ഞിട്ട് താൻ എന്ത് നോക്കിക്കൊണ്ടിരിക്കടോ, കൊടുക്കടോ അവന്റെ മുഖത്തേക്ക് അടി എന്ന് പറയാണ്. അങ്ങനെ വാർഡനും കൊടുക്കുന്നുണ്ട്. കൊണ്ട് അവനെ പണിയെടുപ്പിക്കടോ എന്ന് പറയാണ്. വാർഡൻ ഗംഗപ്രസാദിനെ തൂക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുവാട്ടോ. ശേഷം സൂപ്രണ്ട് ചന്ദ്രസേനെ വിളിക്കുന്നുണ്ട്. സാറേ സാർ നോക്കാൻ പറഞ്ഞാൽ നന്നായിട്ടോ, അവനെ കമ്പിയൊക്കെ വളച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞതല്ലോട് തന്നോട് അവനെ സൂക്ഷിക്കണോന്ന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനൻ ഫോം വെക്കാണ്. ഗംഗപ്രസാദ് വിക്രത്തിനടുത്തും രാഹുലിനോടും അതുപോലെ മനോഹരടുത്തും ഈ കാര്യം പറയാണ്. എല്ലാം തൂക്കി. അയാൾ ആ സൂപ്രണ്ട് എല്ലാം ആ ക്യാമറയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു, അയാളെല്ലാം കണ്ടു. ഞാൻ കമ്പി വളച്ചതൊക്കെ കണ്ടു, ആ പ്ലാൻ പൊളിഞ്ഞു എന്ന് പറയുമ്പോ രാഹുൽ പറയുന്നുണ്ട്. ആഹാ അപ്പൊ അതങ്ങോട്ട് പൊളിഞ്ഞു കിട്ടിയല്ലേ എന്ന് പറയാണ്. അതെങ്ങനെ പൊളിയാതിരിക്കും, ഞാനിവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ എന്റെ പുറകെ ചാടാൻ നിൽക്കുമായിരുന്നില്ലേ ഈ വിക്രവും. നമ്മൾ നോക്കിയതൊക്കെ അയാൾ കണ്ടുപിടിച്ചെന്ന് മാത്രല്ല എന്നെ നന്നായിട്ട് അടിച്ചും ചെയ്തു. അയാൾക്കിട്ട് പണി ഞാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കും? സാലിടാ എന്തേലൊക്കെ ഒരു അവസരം വരും. പിന്നെ ഞാൻ കടന്നില്ലെങ്കിൽ പോലും എന്റെ ആ കാമുകി ഉണ്ടല്ലോ സ്റ്റെഫി, അവള് വേണ്ടതൊക്കെ പുറത്തു നിന്ന് ചെയ്തോളും എന്ന് ഗംഗപ്രസാദ് പറയണം. അതിനുശേഷം അവിടുന്ന് പോവാട്ടോ ഗംഗപ്രസാദ്. പിന്നീട് കാണിക്കണ സരയുവിനെയാണ്. സരയു കിരണിന്റെയും കല്യാണിന്റെയും ക്യാബിനിലേക്ക് വരുവാണ്. കിരണിനോട് കടുത്ത് ചോദിക്കണ്ടേ എന്താ എന്നെ കാണണോന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ കിരൺ പറയണ്ട്, സരയു നീ ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കല്യാണി നീ തന്നെ പറഞ്ഞോളൂ എന്ന് പറയാണ്. കിരണേട്ടൻ പറഞ്ഞോ എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, അതെ നിനക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, നിന്റെ കാര്യങ്ങൾ നിനക്ക് നടത്തണമല്ലോ, നിനക്കും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിനക്ക് അമ്മയ്ക്ക് താരാന്റിക്ക് ഇതുവരെ നോക്കിക്കൊടുത്ത കാര്യങ്ങൾ നോക്കിക്കൊടുത്തത് എന്റെ അച്ഛനാണ്. ഇപ്പൊ താരാന്റിക്ക് ആഗ്രഹം ഉണ്ടാവും മോളുടെ ചിലവ് ജീവിക്കണമെന്ന്, അതുകൊണ്ട് സാലറിയുടെ അഡ്വാൻസ് നിനക്ക് തരാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സരുവിനെ സന്തോഷമാവുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.